ബ്രോ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, ഞാൻ എവിടുന്ന് പഠിക്കും, ഏത് കോഴ്സ് എടുക്കണം, ഏത് അക്കാഡമി ചൂസ് ചെയ്യണം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവരോട് പറയാനുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് ആദ്യം നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പിന്നെ തിങ്ക് ചെയ്യാം. പലരുടെയും വിചാരം കുറച്ച് റീൽസ് ഇടുന്നതോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആഡ്സ് ഇടുന്നതോ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ്. ഒരിക്കലുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. SEO, അതുപോലെ പെയ്ഡ് ആഡ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെ പെർഫോമൻസ് മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു എമൗണ്ട്, ഒരു ഹ്യൂജ് മണി, ഇന്നത്തെ കാലത്ത് അക്കാഡമീസ് നമ്മൾ ഒരുപാട് മുന്നോട്ട് ആഡ്സ് വഴി നമുക്ക് വരുന്നുണ്ട്, കോഴ്സസ്. സോ നിങ്ങൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കുന്നതിന് മുന്നേ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളോ സെഷൻസോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നിട്ടുള്ള ഒരു 48 hours ഒരു കോഴ്സ് ഉണ്ട്. അത് നമുക്ക് ആരുടെ സഹായമില്ലാതെ ഒരു കമ്പ്യൂട്ടറോ ഒരു ഫോണോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം നമ്മളത് നോക്കിയിട്ട് നമുക്കിത് ആപ്റ്റ് ആവുന്ന ഒരു ഫീൽഡ് ആണോ എന്ന് തിങ്ക് ചെയ്തിട്ട് മാത്രം നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ആൻഡ് നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം കൂടെ ഒരു കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു ഇൻറ്റേൺഷിപ്പ് എടുത്തിട്ട് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുക. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ വലിയ കൂടുതൽ എമൗണ്ടും നമ്മുടെ ടൈമും ഒരു കോഴ്സിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്ന് പിന്തിരിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകരുത്. സോ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഓർ DM. താങ്ക് യു.